ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HMC ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിരുന്നു ഈ വീഡിയോനെ കുറിച്ചിട്ട്. അപ്പോൾ വീഡിയോ ലേറ്റ് ആവാൻ കാരണം ഞാനൊരു ട്രിപ്പ് പോയേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ 1.21 പുതിയ അപ്ഡേറ്റ് വന്നിട്ട് നമ്മൾ പുതിയ കോപ്പർ ഗോൾ എന്തോ വന്നു എന്ന് കേട്ടു. പിന്നെ നമ്മുടെ ആർമർ അടിപൊളിയാണെന്ന് കേട്ടു. പക്ഷേ അത് അയണിൻ്റെയും ലെതറിൻ്റെയും ഇടയിൽ വന്നൊരു ആർമറാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൂൾസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ആദ്യം തന്നെ ആക്സാണ്. അപ്പോൾ നമ്മൾ ആക്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓ ഗൈസ്, സത്യം പറയാലോ, അയണിൻ്റെയും നമ്മുടെ സ്റ്റോണിൻ്റെയും ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു പവർ വരുന്നത്. കാരണം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റോണിന് ഇത്ര പവറും ഇല്ല, എന്നാൽ നമ്മുടെ ഈ ആക്സിന് അയണിൻ്റെ അത്ര പവറും ഇല്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നു. സ്റ്റോണിൻ്റെ അതിനെക്കാട്ടും പവറുണ്ട്, പക്ഷേ അയണിൻ്റെ അത്ര പവറും ഇല്ല. ഗൈസ്, ഇനി നമ്മൾ സോഡൊന്ന് നോക്കണം. സോഡ് നമ്മൾ മറ്റേ നമ്മുടെ ഈ പിഗിൻ്റെ മേത്ത് നോക്കാം. ഗൈസ്, നമ്മുടെ സാധാരണ മാതിരി തന്നെ എല്ലാം ഒരു മീഡിയം. പക്ഷേ നമ്മൾ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് എന്താ, കോപ്പർ ഒരു വേസ്റ്റ് സാധനമാണ്. പക്ഷേ അതിനൊരു മാറ്റം വന്നു. അപ്പോൾ നല്ല കാര്യമാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ കോപ്പർ ഗോളാണ് നോക്കാൻ പോകുന്നത്. ഇത് നല്ല അടിപൊളി ക്യൂട്ടാണ് കേട്ടോ. അയ്യോ, നല്ല ക്യൂട്ടാണ് സാധനം. പക്ഷേ ഇതിന് നല്ല ഉപയോഗം ഉണ്ടെന്ന് കേട്ടു. ഈ ചെസ്റ്റ് നമുക്ക് എന്തെങ്കിലും അതിൽ വെച്ച് വെച്ചാൽ ചെസ്റ്റിൽ കൊടുത്തു വെച്ചാൽ അത് നേരെ വയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അപ്പോൾ അതിൽ 2 സാധനങ്ങൾ ഇട്ടു. ഞാൻ അത് ഇതിൽ കൊണ്ടുവന്ന് വെക്കണ്ടോ നോക്കാം. ഓ ഗൈസ്, അത് തുറന്നുണ്ട്. അത് 16 എണ്ണമായിട്ടാണ് വെക്കണത് ഗൈസ്. മൊത്തമായിട്ട് വയ്ക്കാനുള്ള ത്രാണി അതിനില്ല തോന്നുന്നു. അപ്പോൾ 16 എണ്ണമായിട്ടാണ് വയ്ക്കുന്നത്. നോക്കണമൊക്കെ ഉണ്ട് ഇന്നത്. അപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. നമുക്ക് ലെറ്റ്സ് പ്ലേ ഒക്കെ തുടങ്ങുമ്പോൾ അതിൽ യൂസ്ഫുള്ളാണെന്ന് കേട്ടിട്ടുണ്ട്, സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഇനി അടുത്തത് നമ്മുടെ അൾട്ടിമേറ്റ് ടെസ്റ്റ്, നമ്മുടെ ഈ സോംബീനെ വെച്ച് നമ്മുടെ മേത്തടുപ്പിക്കൽ. ഇത് നമുക്ക് നോക്കാം. ഇത് സോംബി മേത്തടിക്കുമ്പോൾ നമുക്ക് നോക്കാം അത് ഇതിൻ്റെ പവർ എന്താണ്. അപ്പോൾ ഗൈസ് പറയാലോ, ലെതറിൻ്റെയും അയണിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ടാണ്. കാരണം നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചത്ര ഇല്ല. അപ്പോൾ ഞാൻ പറയാം, കുറച്ച് കാലത്തിന് ശേഷം, ഒരു 2 കൊല്ലത്തിന് ശേഷം അടിപൊളി അപ്ഡേറ്റ് വന്നത് ഇപ്പോഴാണ്. ശരിക്കും മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിക്ക് തന്നെ പ്രശ്നം പറ്റിയത് ഇതാണ്. അപ്ഡേറ്റ് വന്നിട്ട് അവർ കുറേ സാധനങ്ങൾ ഇറക്കി. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ മൈൻക്രാഫ്റ്റ് മലയാളം കമ്മ്യൂണിറ്റി ഡെഡാണ് ഓൾറെഡി. ഇനി അത് ശരിയാവുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ അത് ശരിയാവാൻ പ്രാർത്ഥിക്കാം. അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇടയിലാണ്. അപ്പോൾ അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മൈൻക്രാഫ്റ്റ് മലയാളം കമ്മ്യൂണിറ്റിക്ക് എന്ത് പറ്റിയെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അത് എന്താ ശരിക്കും പറ്റി പറഞ്ഞാൽ, നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് പണ്ട് ലോക്ക്ഡൗൺ സമയത്ത് അടിപൊളിയായിട്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയി വീഡിയോ ഇട്ട് കളിച്ചിരുന്നു. അതിന് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഗെയിമായിരുന്നു മൈൻക്രാഫ്റ്റ്. സത്യം പറഞ്ഞാൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആകെ ഡെഡാണ്. ഓൾറെഡി ഗെയിമിംഗ് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ആകെ ഡെഡാണ്. കാരണം എന്താണ്, എല്ലാവരും ഇപ്പോൾ വേറെ പണിയിലാണ്. ഇപ്പോൾ ആകെ വീഡിയോ ഇടുന്ന 1-2 പേരേ ഉള്ളൂ. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയണില്ല. പിന്നെ കുറേ യൂട്യൂബേഴ്സ് മൈൻക്രാഫ്റ്റ് വിട്ട് വേറെ ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ട്. അവരുടെ പേര് ഞാൻ ഇപ്പോൾ പറയണില്ല, മോശമാണ് പറയണത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഗെയിമേഴ്സും പണ്ടത്തെ പവറിൽ വന്ന മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇന്ന് നമ്മളെല്ലാ വീഡിയോൻ്റെ അടിയിലും പോയി കമൻ്റ് ഇടുകയാണ്. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുക, പ്ലീസ് മൈൻക്രാഫ്റ്റ് പിന്നെയും കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ ഗൈസ്.